ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി പുറമേ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറമേ നിങ്ങളോട് കാണിക്കുന്ന മനോഭാവമാണോ മനസ്സിനകത്ത് അവർക്കുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അവരെന്താണ് നിങ്ങളോട് പുറമെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പുറമേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, 10 of Cups, the Fool, 5 of Pentacles, Elder of Wands, 7 of Wands, Oracle of Swords, Ace of Cups, the Star, Seven of Swords, രണ്ട് കാർഡും കൂടി എടുക്കാം, Champion of Pentacles, and one more, 8 of Cups. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡും ലാസ്റ്റ് കാർഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ആരംഭം അല്ലെങ്കിൽ അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 of Cups എനർജിയാണ് സ്റ്റാർട്ടിങ്. ദാറ്റ് മീൻസ് അത്രയും ഒരു ഇൻറ്റിമസിയിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് ആണെന്ന് വിചാരിച്ച് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അത്രയും ഡെപ്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തൊരു റിലേഷൻഷിപ്പ്, വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികൾ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രത്തോളം രണ്ടുപേരും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ പോരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു 8 of Cupsൽ എത്തി നിൽക്കുകയാണ്. ഒരാൾ ഇതിനകത്തില്ല, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ പോലെയുള്ള ഒരു ഫീലിംഗ്. ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരസ്പരം ഉണ്ടായിരുന്ന ഗിവ് ആൻഡ് ടേക്കോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇതിനകത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ രണ്ടുപേരും അത്രയും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ഒരാൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് പ്രകടമായിട്ട് ഇത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സ്വന്തമാക്കുന്ന ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടത്തിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളെ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് അടുപ്പിച്ചതും ആ ഒരു ഫാക്ടർ ആയിരിക്കാം. അവരുടെ ഒരു സംസാരം, അല്ലാന്നുണ്ടെങ്കിൽ കംഫോർട്ട് തരുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു വ്യക്തിയെ എത്രത്തോളം കംഫോർട്ട് ആക്കാമോ അത്രയും ഒരു രീതി, എന്താ പറയുന്ന ഒരു കംഫോർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവർ സൊസൈറ്റിയിലൊക്കെ അത്രയും ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരുപാട് പേര് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുള്ള വ്യക്തി, ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സണൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയും ഒരു ഹൃദയത്തിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളൊരു വണ്ടർലാൻഡിലായിരിക്കാം. അത്രയും ആ ഒരു ഡെപ്ത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നമ്മളവരുടെ നിങ്ങളോടുള്ള പുറമേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു എൽഡർ ഓഫ് വാൺസിൻ്റെ എനർജി കാണാം. ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഓന്താണ്. ഓന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരിക്കും. ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്, അഷുറൻസ് കാര്യങ്ങളൊക്കെ തന്ന് ചിലപ്പോൾ ഇവരായിട്ട് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരവസരം വരുമ്പോൾ നിങ്ങൾ തിരിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കൈമലർത്തി കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ട ഭാവം നടിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം, ഇത്രയൊക്കെ എനിക്ക് ഉറപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഈ ഒരു പേഴ്സൺ എന്താണ് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇവരുടെ വാക്കിനൊരു വിലയില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ടാവാം, എപ്പോഴും
ഒരുപോലെ ഇരിക്കാൻ കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെ ആകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു നഷ്ടം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. നഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇത്രയും സ്നേഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ഫുൾഫിൽമെന്റിൽ നിന്നൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരും എന്ന് വിചാരിച്ച ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവർ ഇറങ്ങി പോകുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ തന്നിട്ട് ഇറങ്ങി പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലെ നഷ്ടം ഈ ഒരു വ്യക്തി വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നഷ്ടവും ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ കൊണ്ടും. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത്, ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമുക്കിവിടെ ഈറ്റ് ഓഫ് കപ്സ് കണ്ടിരിക്കുകയാണ്, മാറി നിൽക്കുകയാണ്, സെപ്പറേഷനാണ്, പഴയ അടുപ്പോ ഇല്ല, ഇൻറ്റിമസി ഇല്ല, അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ളൊരു നഷ്ടവും കൂടി ചിലർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഹെൽപ്പ് ചെയ്ത് പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിപ്പോൾ കിട്ടാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ നിങ്ങളെ, അല്ലെങ്കിൽ ഇവരുടെ നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ കാണാം. അതേസമയം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടാവില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, സോ അവരും ആ ഒരു ക്ലാരിറ്റി തന്നെ ഇതിനകത്ത് നിൽക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു നിലപാട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും, ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടാവും. അതായത് ഒരു റീകൺസിലിയേഷൻ ചിലർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും ആ ഒരു റീകൺസിലിയേഷൻ ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരവസ്ഥ. ഈ ഒരു വ്യക്തി ഒരുപാട് നാൾ മാറി നിന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി, പക്ഷേ ഇവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നെങ്കിലും ആ ഒരു പഴയ എനർജിയിൽ, അല്ലെങ്കിൽ ആ ഒരു 10 ഓഫ് കപ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വീണ്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്തൊരു ഗ്യാപ്പ് ഉണ്ടാവുന്ന ഒരവസ്ഥ. നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്ന് ഇതിനകത്ത് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം ചിലപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു റീകൺസിലിയേഷൻ കൊണ്ട് വലിയ ഗുണം തോന്നിയിട്ടുണ്ടാവില്ല. ഒരു റീകൺസിലിയേഷൻ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടങ്ങൾ വിഷമമൊക്കെ അനുഭവിച്ച ആ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ എത്രയും നാൾ നല്ല രീതിയിൽ പോകാമോ അത്രയും നാൾ നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും ഓരോ റീകൺസിലിയേഷൻ്റെ പിന്നിലും. അപ്പോൾ ഇവിടെ റീകൺസിൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ ഉണ്ടാവണമെന്നില്ല. വീണ്ടും ഈ ഒരു വ്യക്തി തിരിച്ചു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതൊരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലേക്ക് മാറുകയോ, ഇങ്ങനെയുള്ള പല ഇൻസിഡൻസും ഇതിനകത്ത് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മാറി നിന്നൊരവസ്ഥ നമുക്ക് നല്ല രീതിയിൽ കാണാം. ഇപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വന്നെങ്കിൽ കൂടിയും പഴയതുപോലെ ആവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പിടിച്ചു നിർത്തുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും പുറമെ കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് സ്നേഹമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവരത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇല്ല, എനിക്ക് വളരെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാഹചര്യവശാലാണെന്നൊക്കെ ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവരിടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്ന മനസ്സുണ്ടെങ്കിലും വിചാരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പോകാൻ കഴിയാതെ വരുന്നു. അതായത് നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി തീർത്ത് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമ്മളുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുകയാണില്ല, എനിക്കൊരു താല്പര്യമില്ല, ഞാനിനി വരില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ഏതൊക്കെയോ തരത്തിൽ ഇതിനകത്ത് തളച്ചിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. അവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ പോകരുത് എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ നിർത്തി നിങ്ങളതിനകത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്കിവിടെ കാണാം, ഒരു സെക്കൻഡ് റീകൺസിലിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ വീണ്ടും അകന്നു നിന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫോക്സ് ആണ്, കുറുക്കനാണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും കണ്ണിങ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ വലിയൊരു അഷുറൻസ് ഒക്കെ തന്ന് ഈ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ആ പഴയതുപോലെ ആവാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെയോ സീക്രറ്റ്സ് ഉണ്ട്, ഈ ഒരു വ്യക്തി പഴയതുപോലെ അല്ല, എന്തൊക്കെയോ മറക്കുന്നുണ്ട്, കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, നുണ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ചീറ്റിംഗ് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ടു പോകുന്നില്ല, സാഹചര്യവശാലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ നിർത്താനുള്ളൊരു ശ്രമം
ഈ ഒരു പേഴ്സൺ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടാന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. എന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാമ്പ്യൻ ഓഫ് പെൻറ്റക്കിൾസ് കാണാം. അത് വളരെ ഒരു സ്ലോ എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പതിയാണെന്നുണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് വരട്ടെ എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അവരുടെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ് അതൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ, എനിക്ക് കുറച്ച് സമയം തരൂ എന്ന് പറഞ്ഞവരുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കുറച്ച് സമയം എടുത്താലും ഈ ഒരു പേഴ്സൺ സ്വസ്ഥമായിട്ട് വരട്ടെ, പഴയ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ അവരുടെ ഒരു തടസ്സം എന്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലവിലുള്ള തടസ്സം എന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ആ ഒരു പേഴ്സൺ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പേഴ്സൺ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നല്ല ഗ്യാപ്പിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഓൺ ആൻഡ് ഓഫ് എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ അടുപ്പം ഇല്ല. അവർ ഫിസിക്കലി ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പുറമെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ ഇല്ലാത്ത ഒരു ശൂന്യതയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ ഉള്ളൊരു ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടണമെന്നില്ല. എന്താണ് ഇപ്പോൾ സത്യത്തിലൂടെ സംഭവം? ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? തിരിച്ചു വരുമോ? അല്ലെങ്കിൽ കാണിക്കുന്നത് അഭിനയമാണോ? അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നും നിങ്ങൾക്ക് അറിയുന്നില്ല. ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായി തീരും? ഇതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സിനകത്ത് സ്നേഹം ഉണ്ടെന്നുള്ള ഒരു രീതിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത്. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ വാക്ക് മാറ്റി പറയുക, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവർക്കൊരു കുറ്റബോധം ഇല്ലല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുറമേ അവരൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറ്റം നിങ്ങളുടെ തലയിൽ വെച്ച് തരാനൊക്കെ ഈ ഒരു പേഴ്സൺ നോക്കുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറമേയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസൊനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇങ്ങനെയൊക്കെയാണ് പുറമേ കാണിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പുറമേയുള്ള സംഭവങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്താണ് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ, മനസ്സിൽ എന്താണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു തീരുമാനം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ളതെന്ന്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, ഡെത്ത് ആൻഡ് റീബർത്ത്, 8 of swords, 6 of wands, ace of swords, 6 of pentacles, temperance, 2 of swords, 5 of swords, the lovers. ഒരു കാർഡും കൂടി എടുക്കണോ? ഓക്കെ, കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെയുള്ള കാർഡ്സ് കാണുമ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും, അവരുടെ മൈൻഡിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കളയരുത്, നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആണെന്നുണ്ടെങ്കിലും കുറച്ച് സ്ലോ എനർജിയാണ്. എങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തേയിൽ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലരോടെങ്കിലും വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും സ്റ്റേബിളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ഈ ഒരു സമയത്ത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് തകർന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം.
എന്നുള്ള ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ചിലപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബാധ്യതകളുണ്ടെങ്കിൽ അത് തീർക്കാനായിരിക്കും. ചിലവർക്ക്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഇപ്പോൾ ആദ്യമേ അവർക്കൊരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ അവരിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണോ അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അതിനകത്തൊരു തീർപ്പുണ്ടാവുക, അല്ലെങ്കിൽ അതൊന്ന് സെറ്റിൽ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഒരു പേഴ്സൺ ടൈം എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു സോഡ്സ് എനർജി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു 8 ഓഫ് സോഡ്സ് എനർജി, അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് സോഡ്സ്, 5 ഓഫ് സോഡ്സ്, ഈ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനും കൂടി നമുക്ക് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏത് എനർജി ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇത് കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ, ഇവിടെയാണെന്നുണ്ടെങ്കിലും സ്വസ്ഥതയില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിലും സ്റ്റക്നെസ് ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടാതെ ഇതിനകത്ത് ഇവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ്. ആ ഒരു എനർജിയൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ കാണാം. അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മാനസികമായിട്ടുള്ളൊരു നിലപാടായിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. സിറ്റുവേഷനിൽ ചിലപ്പോൾ വളരെ ദൃഢമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും, എങ്കിൽ പോലും മാനസികമായിട്ട് ചില പേടി, ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോവോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആകുലത കൊണ്ട് സ്വയം കുഴിയിലിരിക്കുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ അവരുടെ ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പോൾ മുന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ ശരിയാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണോ അതൊന്ന് റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയി അങ്ങനെയുള്ള ഒരു രീതിയിലല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതൊരു ഡെത്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു റീബർത്ത് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഒരിക്കലും ഈ ബന്ധം നശിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇനി വേണ്ടാന്നോ അവർ കരുതുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 6 ഓഫ് വൺസ് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിൽ എത്തണം, അല്ലെങ്കിൽ ഇപ്പോൾ അത് പൊട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ യോജിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു അവരുടെ പുറമെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടതാണ് ചിലപ്പോൾ സീക്രറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാമെന്ന്. പക്ഷേ അവർ നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പുറമേ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണം, തുറന്ന് പറയണം, സീക്രറ്റ്സ് വെക്കരുത് എന്നൊക്കെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു പക്ഷേ നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു ഫിയറും ഉണ്ട്. അവരുടെ സിറ്റുവേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിന് ചിലപ്പോൾ ഒരു ഫിയർ ഉണ്ടാവാം. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ എല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതുപോലെ തന്നെ ഈ ഒരു ടെമ്പറൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു ബാലൻസ് ആൻഡ് ഹാർമണി സൂചിപ്പിക്കുന്ന എനർജീസാണ്. ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നതല്ല, പക്ഷേ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതും കൂടെ കൂട്ടണം, നിങ്ങളും കൂടെ വേണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും അതിനോടൊപ്പം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളും അവരെ മനസ്സിലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അവർ തന്നെ ചെയ്ത മണ്ടത്തരങ്ങൾ കൊണ്ടോ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാഹചര്യം അവരുടെ പ്രവൃത്തി ദോഷമായിരിക്കാം. എങ്കിലും നിങ്ങളവരെ മനസ്സിലാക്കണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ബാലൻസ്, ഹാർമണിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളും കൂടി ബാലൻസ് ചെയ്ത് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എനർജിയാണ്, ആ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊരു ആത്മബന്ധം തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ രണ്ട് തട്ടിലുള്ള വ്യക്തികളായിരിക്കും. എങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു സംഗതിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ഒരിക്കലും നിങ്ങളില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി പോകണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവാം, നിങ്ങളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം, അല്ലെങ്കിൽ എന്തൊക്കെ ചോയ്സ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ടെങ്കിലും നമ്മൾ നേരത്തെയും പറഞ്ഞു ചോയ്സ് ഉള്ളൊരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പലരും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അതിനപ്പുറത്തേക്കും മറ്റാരും ഇല്ല. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കംഫർട്ടാണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പുറത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പുറമേ കാണുമ്പോഴത്തേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്.
തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ബാലൻസിലേക്ക് ആക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, പലതരത്തിലുള്ള ആംഗിളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഫിയർ, അല്ലെങ്കിൽ അവരെന്തിലൊക്കെ പെട്ട് കിടക്കണം, അപ്പോൾ ആദ്യം അവരുടെ ഒരു വഴി ശരിയാവട്ടെ എന്നൊക്കെയുള്ളൊരു തോന്നലാണ് ഈ ഒരു പേഴ്സണുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയാതെ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ച് വന്നിട്ടും, അങ്ങനെ വന്നവരുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ടും ആ ഒരു പേഴ്സണ് അത് കണ്ടിന്യൂ ചെയ്ത് പഴയതുപോലെ കൊണ്ടുപോകാൻ സാധിക്കാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡിനകത്ത് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുകയോ, അപ്പോൾ ഫിസിക്കലി നേരിട്ട് വെർബലി നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യമോ ദേഷ്യമൊന്നും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് അക്വേറിയസ്, ലീബ്ര, ജെമിനൈ, സെജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജീസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഇത്ര എനർജീസാണ് കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 13, നമ്പർ 14, നമ്പർ 6 ആൻഡ് നമ്പർ 7. അപ്പോൾ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. മാത്രമല്ല ലൈഫ് ലോങ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നത്. ഒരു ലോങ് ടേം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ കുറച്ചൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ സ്റ്റഡി ആയിട്ട് ഇത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജിയും അവരിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ മനസ്സിനകത്ത് സ്നേഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മുൻപിലുണ്ടെങ്കിലും, ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മേലെയായിട്ട് നിങ്ങളുടെ ഒരു എനർജി അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ കൂടുതലും ഒരു ഫോക്കസ് കൊടുത്തിരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളൊന്ന് തീർക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയും കൂടി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങളിലുള്ള ഫിയർ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മൈൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു, മിസ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, നല്ല രീതിയിലെല്ലാം വരാനായിട്ട്, നിങ്ങളെ കൊണ്ടൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന എനർജിയാണ് ഓവറോളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വന്നാൽ മതി, അല്ലെങ്കിൽ നല്ലൊരു റീകൺസിലേഷൻ കിട്ടിയാൽ മതി എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.